സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് അഖിൽ ഷാ എന്ന് പറഞ്ഞിട്ട് ഷാമോൻ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റ ഐ ഡി ഉള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേയധികം ഇഷ്യൂസാണ് നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം നാളെ നിങ്ങൾക്കും ഇതേ കണക്ക് സംഭവിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം എന്നും നിങ്ങൾക്കെങ്ങനെ ഈ ഒരു കാര്യം ബാധിക്കാമെന്നുള്ള രീതിയിൽ, അത് ആണായാലും പെണ്ണായാലും രണ്ട് പേർക്കും ബാധിക്കാനുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഈ ഒരു ഷാമു എന്ന് പറഞ്ഞിട്ടുള്ള അഖിൽ ഷാ, ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കുറേയധികം വീഡിയോസൊക്കെ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് പെൺകുട്ടികളെയൊക്കെ പോലെയൊക്കെ അഭിനയിച്ച് അങ്ങനെയാണ് വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. കുറേയധികം ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സിനിമയിൽ വരെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു അഖിൽ ഷാ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലിട്ട വീഡിയോയിൽ മെയിനായിട്ട് സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കെതിരെ വന്നിട്ടുള്ള കുറേയധികം വീഡിയോസിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസങ്ങളായി ചില വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ സ്വന്തം വീഡിയോ ഒന്നുമല്ല. ചിലരുണ്ടെങ്കിൽ എൻ്റെ മുഖം വെച്ചിട്ട് അത് മോർഫ് ചെയ്തിട്ടൊക്കെ ചില വീഡിയോസും ഫോട്ടോസും ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. ആ ഒരു ഫോട്ടോസിലും വീഡിയോസിലൊക്കെ പല മോശമായിട്ടുള്ള രീതിയിലാണ് എന്നെ കാണിച്ചേക്കുന്നത്. ഇത് 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കണക്കൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു വീഡിയോ പുറത്ത് വന്ന സമയത്ത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് അത് ഇങ്ങനെ പടർത്തിയിട്ടുണ്ടായിരുന്നു, ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ മുഖമൊന്നും അങ്ങനെയാണെന്ന് കാണാൻ പോലും ഉള്ളത് ആ ഒരു വീഡിയോയ്ക്കകത്തില്ലായിരുന്നു. അത് കുറേ നാളുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വലുതായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കുറേയധികം വീഡിയോസും ഫോട്ടോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ഫോട്ടോസൊക്കെ വന്നിട്ടുള്ളത്, വീഡിയോസ് വന്നിട്ടുള്ളത്. ഇത് വന്നതിന് ശേഷം ആൾക്കാർ പറയുന്നത് ഞാനാണ് എന്നുള്ള രീതിയിലാണ്. അത് പല ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പലരും ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് കമൻസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാനിങ്ങനൊന്നും ചെയ്യാറില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ എല്ലാവർക്കും ഇത് വിശ്വാസം വരണമെന്നും ഇല്ലല്ലോ. ഇപ്പം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് അഖിൽ ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ ഫോട്ടോസ് പലതും ഉണ്ടെങ്കിൽ പല ടെലിഗ്രാം ഗ്രൂപ്പുകളിലും വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാകും. നിങ്ങളുടെ ഫാമിലിയുടെ കുറേ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ അറിയാതെ തന്നെ ഈ വീഡിയോസും ഈ ഒരു ഫോട്ടോസൊക്കെ പല ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് പലരും എടുത്തുകൊണ്ട് പോവുകയും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പല ഗ്രൂപ്പുകളിലും ഇത് ഇടുകയും അവരുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലടക്കം ഇത് പല രീതിയിലേക്ക് നിങ്ങളുടെ ഫോട്ടോസ് പലരുമായിട്ട് കമ്പയർ ചെയ്ത് മോർഫ് ചെയ്തൊക്കെ ഓരോന്ന് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പലരുടെയും പല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഓരോരുത്തരായിട്ട് ഇതിൽ അഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പല സെലിബ്രിറ്റീസിൻ്റെ അടക്കം ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ചെന്ന സമയത്താണ്, ഈ ഒരു ഗ്രൂപ്പിൽ ചെന്നപ്പോഴാണ് എന്തൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ നടക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇത്രമാത്രം സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ്, ആ ഒരു ഗ്രൂപ്പിൽ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. പലരും ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ച് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ വലിയൊരു രീതിയിൽ ബിസിനസ് പോലെയാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പെങ്ങളുടെ, നിങ്ങളുടെ അമ്മയുടെ, ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതേ കണക്കുള്ള ഗ്രൂപ്പിൽ കാണാൻ പറ്റും. ചിലപ്പം സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ആളായിരിക്കും. ആ ഒരു വ്യക്തി നിങ്ങളുടെ ഫോട്ടോയോ വീഡിയോ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കും. ഇതേ കണക്ക് കൊണ്ട് ചെന്ന് ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് അവരുടെ അടുത്ത് പറയും ഇതേ കണക്ക് ആക്കി തരണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവരത് ആക്കി കൊടുക്കുകയും എന്നിട്ടത് പേ ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി എല്ലാവർക്കും ഒരു അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനുണ്ടെങ്കിൽ ഇത് നിയമപരമായിട്ട് മുമ്പോട്ട് പോയേക്കുവാണ്. കേരള പോലീസിനും അതുപോലെ തന്നെ ഇവിടുത്തെ സൈബർ സെല്ലിൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ ഇതാരാണെന്ന് കണ്ടുപിടിക്കുക, അവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്ലാനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ കുറേയധികം പേര് ഇത് പറഞ്ഞ് എന്നെ കളിയാക്കുന്നവരൊക്കെ ഉണ്ട്. അതിലൊന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ഇവരൊന്നും കാര്യമറിയാതെയാണ് ഇതൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഇതുപോലെ പലരുടെയും ഫോട്ടോസും വീഡിയോസൊക്കെ
പുറത്തേക്ക് വരുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കത്തുള്ളൂ. അതുവരെ മറ്റുള്ളവരെ കാര്യം പറഞ്ഞുകൊണ്ട് കളിയാക്കാം. ചിലപ്പം നിങ്ങൾക്കിതൊക്കെ തമാശയായിട്ട് തോന്നും. പക്ഷേ ഇനി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്വന്തം അമ്മയുടെയോ സഹോദരിയുടെ ഒക്കെ ഫോട്ടോസ് പുറത്ത് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ടെൻഷന്, നിങ്ങൾക്ക് ആ ഒരു പേടി, നിങ്ങളിതിൻ്റെ പിറകെ നടക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ബാക്കിയുള്ളവർ ഇതിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു എന്നുള്ളൊരു കാര്യം. എനിക്ക് പറയണം തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതുപോലത്തുള്ള വീഡിയോസോ അതുപോലെ തന്നെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെയും നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളൊരു കാര്യം കൂടി അഖിൽ ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് നിർത്താൻ നോക്കുക. ഈ ഗ്രൂപ്പുകളിലുള്ളവരുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നൊക്കെ ഇറങ്ങാൻ പറയുക. ഇത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി അഖിൽ ഷാ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു ഇൻഫ്ലുവൻസർക്കും ഇതേപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഹെലനോ സ്പാർട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള വ്യക്തിയാണ്. ധന്യ എന്നാണ് ഒരു പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിയുടെ ഇതേ കണക്ക് മോർഫ് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു പെൺകുട്ടി അതിനെപ്പറ്റി ഒരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കുറേയധികം പേര് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടുപിടിച്ചിട്ട് തെളിവോടെ നമ്മൾ സൈബർ സെല്ലിലെല്ലാം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കണ്ടുപിടിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇതൊക്കെ വിദേശത്തു നിന്നുള്ള അക്കൗണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. ആ സമയത്ത് അവർ പറ്റില്ല, അല്ലെങ്കിൽ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ നാൾ 2021 ഏതാണ്ടാണ് കൊടുത്തത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഈ ഒരു ധന്യയും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പലരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇത് കണക്ക് ഷെയർ ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കുറേയധികം പേര് ഇവരുടെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ അറിയാതെ. പക്ഷേ ഇതിപ്പോൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ഗെയിമറായിട്ടുള്ള വ്യക്തിയുണ്ട്. ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ആ ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയുടെ സഹോദരിയുടെയും അമ്മയുടെയൊക്കെ പല വൈഫിൻ്റെ അടക്കം ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഈ ടെലിഗ്രാം ചാനലിൽ പലരും കൊണ്ടിടുന്നുണ്ട്. ഈ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. ഈ ഈഗിൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വൈഫായിട്ടും അമ്മയായിട്ടും പെങ്ങളായിട്ടൊക്കെയുള്ള ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയ നമ്മൾ സാധാരണ ഷെയർ ചെയ്യുമല്ലോ. ഇതൊക്കെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, ടെലിഗ്രാമിൽ കൊടുക്കും. എന്നിട്ട് ഇതേ കണക്ക് ചെയ്തു തരണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന് പൈസ ഇവർ പേ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് ഷെയർ ആവുന്നത്. അപ്പം ഈ ഒരു ഈഗിളും എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി, പ്രണവ് എന്നാണ് പേര്, ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതേ കണക്ക് തൻ്റെ വൈഫിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ കടന്ന് കറങ്ങുന്നു എന്ന് അറിഞ്ഞിട്ട്, അതും ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഈ ഒരു വ്യക്തി ഇത് കണക്ക് ഗ്രൂപ്പിലൊക്കെ കയറി നോക്കുന്ന സമയത്താണ് ഇത് കാണുന്നത്. ഇത് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായി എന്നുള്ള കാര്യം ആ ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഗെയിമേഴ്സായിട്ടുള്ള പെൺകുട്ടികളുണ്ട്, അവരുടെ അടക്കം ഇതേ കണക്ക് ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അതിൽ പലരെയും കണ്ടുപിടിക്കുകയും അവർക്കെതിരെ നിയമ നടപടിയായിട്ട് ഈ ഒരു ഈഗിൾ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ആ കണ്ടുപിടിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് പലരും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്ന് മനസ്സിലാവുന്നതും. പിന്നെ ഇതുണ്ടെങ്കിൽ ഒരു പരിധി ഉണ്ടല്ലോ, അതായത് ഈ ഒരു വീട്ടുകാർ ഇതിനിടയിൽ ഇടപെടും. അവർ പറയും ജീവിതമാണ്, ഈ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം പിടിക്കുമ്പോഴാണ് ഇത് കണക്കത് ചിലവർക്ക് ഭയങ്കരമായിട്ട് അവരെ ക്ഷമിച്ച് വരെ ഈ ഒരു വ്യക്തിയൊക്കെ വിട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്രയധികം ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഈ ഒരു വീടുകളിൽ ഒറ്റയ്ക്കിരുന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഫോൺ വാങ്ങിച്ച് നോക്കുക. ഇത് കണക്ക് ടെലിഗ്രാമും മറ്റ് പ്ലാറ്റ്ഫോമൊക്കെ കയറി നോക്കുക എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം. അല്ലാതെ ഫുൾ കൺട്രോൾ, അവർക്ക് ഫോൺ മൊത്തത്തിൽ കൺട്രോളിങ്ങിന് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പല കാര്യങ്ങളും നടക്കും. അവസാനം പോലീസിൻ്റെ കയ്യിലൊക്കെ ചെന്ന് പെടുന്ന സമയത്തായിരിക്കും നിങ്ങൾ തന്നെ അറിയുന്നത്. അപ്പോഴത്തേനും ഒരുപാട് വൈകിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് പറയാനുള്ള, നിങ്ങളെല്ലാം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സഹോദരങ്ങളുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മക്കളുടെ കാര്യമാണ്, അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഈ സമയത്ത് നടക്കുന്നതെന്ന് അറിയത്തില്ല. ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ പരിധി കുറയ്ക്കാൻ ശ്രമിക്കുക. അവരെ ഇഷ്ടത്തിന് ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്.